നമസ്കാരം. STV ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രീയ കേരളത്തിനിത് ആകാംക്ഷയുടെ മണിക്കൂറുകൾ. ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ അറിയാം. പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ രാവിലെ 8-ന് തുടങ്ങും. ആദ്യ ഫലസൂചനകൾ 9 മണിയോടെ. പോളിംഗ് ശതമാനത്തിൽ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച കേസിൽ 4 പേർ പിടിയിൽ. തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത് കണ്ണൂർ തൃശൂർ സ്വദേശികൾ. സംഘത്തിലെ മറ്റ് 5 പേർക്കായി അന്വേഷണം ഊർജിതം. സ്വർണം കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. തൃശൂർ കുറുമ്പിലാവ് CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ 11-അംഗ ഗുണ്ടാ സംഘം അറസ്റ്റിൽ. മുരിങ്ങൂർ ഡിവൈൻ നഗർ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പാളം മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിനിടിച്ച് കാസർഗോഡ് സ്വദേശിനി മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു സ്ത്രീക്ക് ഗുരുതര പരിക്ക്. ഇരുവരും മുരിങ്ങൂരിൽ ധ്യാനത്തിനെത്തിയവർ. ചെറുതുരുത്തി കിള്ളിമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ ഫോട്ടോഗ്രാഫർക്ക് ഗുരുതര പരിക്ക്. 18ാമത് പ്രഭാതം ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവത്തിന് നാളെ തിരിതെളിയും. നാടകോത്സവം ഷൊർണൂർ KVR സ്കൂളിലെ ബാൽസൻ നഗറിൽ. നാടകോത്സവം ഡിസംബർ 2 വരെ. വാർത്തകൾ വിശദമായി. ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫലം നാളെ അറിയാം. ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് തുടങ്ങും. ആദ്യ ഫലസൂചന 9 മണിയോടെ ലഭ്യമാകും. 11:30 മുൻപ് ഫലം അറിയാനാകും. ശക്തമായ ത്രികോണ മത്സരം നടന്ന പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് വോട്ടെണ്ണൽ. ചേലക്കര മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രം ചെറുതുരുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. വോട്ടെണ്ണൽ നാളെ. കനത്ത പോലീസ് സുരക്ഷയിൽ ചേലക്കര നിയോജക മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂൾ. വോട്ടെണ്ണലിന്റെ ഭാഗമായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ TP കിഷോർ STVയോട് പറഞ്ഞു. റിട്ടേണിംഗ് ഓഫീസർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ, സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ അവരുടെ തിരഞ്ഞെടുപ്പ് ഏജന്റുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സ്ട്രോങ് റൂം തുറക്കുക. അതിനുശേഷം ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ്, തപാൽ വോട്ട്, വീട്ടിലെ വോട്ട് എന്നിവയാണ് ആദ്യം എണ്ണുന്നത്. ചേലക്കര നിയോജക മണ്ഡലത്തിലെ 180 ബൂത്തുകളിലെ വോട്ടെണ്ണാൻ 14 മേശകളാണ് ഒരുക്കിയിട്ടുള്ളത്. ബൂത്തുകളുടെ ക്രമ നമ്പർ പ്രകാരമാണ് എണ്ണുക. 13 റൗണ്ട് ആദ്യം എണ്ണും. 9 മണിയോടെ തന്നെ ആദ്യ ഫലങ്ങൾ പുറത്തുവരും. 11:30 തന്നെ പൂർണ്ണ ഫലം പ്രഖ്യാപിക്കും. റിട്ടേണിംഗ് ഓഫീസർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ, കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ, സൂക്ഷ്മ നിരീക്ഷകർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ, സ്ഥാനാർത്ഥികൾ, അവരുടെ തിരഞ്ഞെടുപ്പ് ഏജന്റുമാർ എന്നിവർക്ക് മാത്രമാണ് കൗണ്ടിംഗ് ഹാളിലേക്ക് പ്രവേശനം. 14 വോട്ടെണ്ണൽ മേശകളിൽ ഓരോ മേശയ്ക്കും ഗസ്റ്റർ റാങ്കുള്ള ഒരു കൗണ്ടിംഗ് സൂപ്പർവൈസറും കൗണ്ടിംഗ് അസിസ്റ്റന്റുമാരും സൂക്ഷ്മ നിരീക്ഷകരും ഉണ്ടാകും. സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂം ഓപ്പൺ ചെയ്യുകയും 8 മണിയോടുകൂടി പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങുകയും ചെയ്യും. അതിനുശേഷം 8:30 വോട്ടിംഗ് മെഷീനിലുള്ള വോട്ടുകൾ എണ്ണി തുടങ്ങും. 14 ടേബിളുകളായിട്ടാണ് വോട്ടിംഗ് മെഷീനിൽ വോട്ട് എണ്ണുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ളത്. 13 റൗണ്ടോടുകൂടി 150 പോളിംഗ് സ്റ്റേഷനുകളിലെ വോട്ടുകൾ എണ്ണിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 4 ടേബിളുകളിലായി പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിനുള്ള നടപടിക്രമവും പൂർത്തിയായിട്ടുണ്ട്. ഒരു ടേബിളിൽ VTBBMS എണ്ണുന്നതിനുള്ള നടപടിയുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ 3 പഞ്ചായത്തുകൾ മാത്രം ഉൾപ്പെടുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇത്തവണ നിർണായകമാവുന്നത് മാത്തൂർ, കണ്ണാടി, പിരാരി പഞ്ചായത്തുകളുടെ ഫലമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് കുറഞ്ഞെങ്കിലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. കുടൽമന്നം നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന മാത്തൂർ പഞ്ചായത്ത് 2011 മണ്ഡലം പുനർനിർണയത്തിനു ശേഷം കുഴൽമന്നം മണ്ഡലം ഇല്ലാതാവുകയും പകരം തരൂർ മണ്ഡലം പുതുതായി രൂപീകരിക്കുകയും ചെയ്തപ്പോൾ മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് കൂട്ടിച്ചേർത്തതോടെയാണ് മാത്തൂർ പാലക്കാട് മണ്ഡലത്തിന്റെ ഭാഗമാകുന്നത്. മാറിയും മറിഞ്ഞും LDFനെയും UDFനെയും ഭരണത്തിലേറ്റുന്ന മാത്തൂരിൽ 1995 UDF ഭരണത്തിലായിരുന്നു. അതിനുശേഷം തുടർച്ചയായി LDFന്റെ കൈപ്പിടിയിലായിരുന്നു പഞ്ചായത്ത്. 2019 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ കരങ്ങളിലേക്ക് ഭരണമെത്തി. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ മാത്തൂർ LDFനെയാണ് തുണച്ചത്. ഇവിടെ 330 വോട്ടുകൾക്ക് LDFന് മുൻതൂക്കമുണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ പിന്തുണച്ച ചരിത്രമാണ് മാത്തൂർ പഞ്ചായത്തിനുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 73.82% പോളിംഗ് രേഖപ്പെടുത്തിയ മാത്തൂർ പഞ്ചായത്തിൽ ഇത്തവണ അത് 70.16% കുറഞ്ഞു.
2021 UDF വലിയ മുന്നേറ്റമുണ്ടാക്കിയ പിരായിരി പഞ്ചായത്തിൽ UDF സ്വാധീനം ശക്തമായ വടക്ക് കിഴക്ക് ഭാഗത്ത് മുന്നണിയുടെ മുഴുവൻ വോട്ടുകളും നേരത്തെ ചെയ്തുവെന്ന് നേതൃത്വം ഉറപ്പാക്കി. മറ്റു മുന്നണികളിൽ നിന്നുമുള്ള പല വോട്ടുകളും ഇത്തവണ രാഹുലിന് ലഭിച്ചതായി അവർ അവകാശപ്പെട്ടു. കൊടിഞ്ഞിരപ്പള്ളി മേഖലയിൽ ഉൾപ്പെടെ ഇവിടെ BJPക്കും ശക്തമായ സ്വാധീനമുണ്ട്. ഇത്തവണ പഞ്ചായത്തിലാകെ സംഘടനാ തലത്തിൽ ദുർബലമായ CPM അത് മറികടക്കാൻ നടത്തിയ വൻ പ്രചാരണത്തിന്റെ തുടർച്ചയായി ഭൂരിഭാഗം സ്ഥലങ്ങളിലും മുന്നണി കൗണ്ടറുകൾ പ്രവർത്തിച്ചു. ചിഹ്നം പരിചയപ്പെടുത്താൻ പ്രത്യേക ശ്രമവും നടന്നു. UDFന്റെ കുറേ വോട്ടുകൾ LDFന് കിട്ടിയെന്നാണ് അവരുടെ വാദം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75.10% പോളിംഗ് രേഖപ്പെടുത്തിയ പിരായിരി പഞ്ചായത്തിൽ ഇത്തവണ അത് 70.10% കുറഞ്ഞു. പ്രവാസി വോട്ടുകൾ പൊതുവെ കുറഞ്ഞതായും ചില നേതാക്കൾ സൂചിപ്പിച്ചു. CPM ശക്തി കേന്ദ്രങ്ങളിലൊന്നായ കണ്ണാടി പഞ്ചായത്തിൽ കൂടുതൽ വോട്ടുകൾ ഉറപ്പാക്കാൻ കോൺഗ്രസും BJPയും നടത്തിയ ശ്രമം പ്രകടമായിരുന്നു. പ്രാദേശിക വിഭാഗീയത പറഞ്ഞു തീർത്തെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു CPM നേതാക്കൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പലിന് അനുകൂലമായ CPM വോട്ടുകളുടെ എണ്ണം ഇത്തവണ കൂടിയെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയ കണ്ണാടി പഞ്ചായത്തിൽ ഇത്തവണ 8% കുറവുണ്ട്. UDF സ്വാധീനം ശക്തമായ യാക്കര, കിണാശ്ശേരി, ഉപ്പുവാടം മേഖലയിൽ വൻ പോളിംഗ് ആണ് നടന്നത്. പഞ്ചായത്തിലെ കടുന്തുരുത്തി, തിരുനെല്ലായി പ്രദേശം കേന്ദ്രീകരിച്ചായിരുന്നു BJPയുടെ പ്രവർത്തനം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച 3.5 കിലോ സ്വർണം കവർന്ന കേസിൽ 4 പേർ തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിൽ. കണ്ണൂർ സ്വദേശികളായ പ്രബിൻലാൽ, ലിജിൻ രാജൻ, തൃശൂർ വരന്തരപ്പള്ളി സ്വദേശികളായ സതീശൻ, നിഖിൽ എന്നിവരാണ് പിടിയിലായത്. വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതികളായ 4 പേരും ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പിടിയിലായ 4 പേരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ കയ്യിൽ നിന്ന് സ്വർണം കണ്ടുകിട്ടിയിട്ടില്ല. 5 പേർ കൂടി സംഘത്തിലുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ സ്കൂട്ടറിൽ പോവുകയായിരുന്ന ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് 2.5 കോടിയോളം വില വരുന്ന 3.5 കിലോ സ്വർണം കവർന്ന സംഘമാണ് പിടിയിലായത്. സ്കൂട്ടറിൽ പോവുകയായിരുന്ന പെരിന്തൽമണ്ണയിലെ MK ജ്വല്ലറി ഉടമ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും പിന്തുടർന്ന് കാറിടിച്ചു വീഴ്ത്തി മുളകുപൊടി സ്പ്രേ മുഖത്തടിച്ചാണ് പ്രതികൾ സ്വർണം കവർന്നത്. കഴിഞ്ഞ രാത്രി 8:30യോടെയായിരുന്നു സംഭവം. ജ്വല്ലറി പരിസരത്തുനിന്ന് തന്നെ ഇവരെ കാറിൽ പിന്തുടരുന്നുണ്ടായിരുന്നുവെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായി. സ്ഥാപനം ഓടിട്ടതായതിനാൽ ഉടമ ആഭരണങ്ങൾ വീട്ടിൽ കൊണ്ടുപോവുകയാണ് പതിവ്. ഇക്കാര്യം വ്യക്തമായി അറിയുന്നവരാണ് കവർച്ചയ്ക്ക് പിന്നിലുള്ളതെന്ന് പോലീസ് കണക്കുകൂട്ടുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ കുറുമ്പിലാവ് CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് തല്ലി തകർത്ത കേസിൽ 11 അംഗ ഗുണ്ടാസംഘം അറസ്റ്റിൽ. ലോക്കൽ സെക്രട്ടറിയുടെയും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റിന്റെയും വീട് ആക്രമിച്ച പ്രതികൾ പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ പഴുവിൽ സ്വദേശികളായ ഉണ്ണിമോൻ എന്ന രഞ്ജിത്ത്, ദിനേശ്, അമൽരാജ്, മണികണ്ഠൻ, എടത്തിരുത്തി സ്വദേശി രോഹൻ, പുള്ളു സ്വദേശി ശരത് ചന്ദ്രൻ, താന്യം സ്വദേശികളായ പെടലി അനന്തു എന്ന അനന്തകൃഷ്ണൻ, ശ്രീകുട്ടൻ, കാട്ടൂർ സ്വദേശി അജീഷ്, കയ്പമംഗലം സ്വദേശികളായ സൂരജ്, അർജുൻ എന്നിവരാണ് അറസ്റ്റിലായത്. ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ കയ്പമംഗലം, കാട്ടൂർ, പഴുവിൽ എന്നിവിടങ്ങളിൽ നിന്നായാണ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം പഴുവിൽ ക്ഷേത്രത്തിലെ ഷഷ്ഠി ആഘോഷത്തിനിടെ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് പോലീസ് കേസെടുത്തിരുന്നു. ഇതിൽ പ്രതിയായ യുവാവ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു. ഇതിൽ പ്രകോപിതരായ പ്രതികൾ ക്ഷേത്രം ഭാരവാഹികളുടെ വീടിന് നേരെ ഗുണ്ടാക്രമണം നടത്തുകയും പാർട്ടി ഓഫീസ് തല്ലി തകർക്കുകയുമായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസ്, ഉപദേശക സമിതി അംഗവും CPI കുറുമ്പിലാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ AB ജയപ്രകാശ് എന്നിവരുടെ വീടും പ്രതികൾ ആക്രമിച്ചു. ഈ സംഭവം കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷമാണ് CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്തത്. പ്രതികളെല്ലാം സ്ഥിരം ക്രിമിനലുകളും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളുമാണെന്ന് പോലീസ് പറഞ്ഞു. ഇവരുടെ മയക്കുമരുന്ന് മാഫിയ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും ഇവരെ സഹായിക്കുന്നവർക്കെതിരെയും നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അവരെ സഹായിച്ച് ഒളിവിൽ പോകുന്നതിനും ഒളിവിൽ പാർപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അവർക്ക് വാഹന സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്ത മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നതിനും സംഘടിത കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ഈ സംഘങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി BNSലെ പുതിയ സെക്ഷനുകൾ പ്രകാരമുള്ള വകുപ്പുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട്
ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും ഈ പ്രതികളെ ഇന്നലെ വൈകുന്നേരം ചന്ദ്രാപിന്നിയിൽ നിന്നും അതുപോലെ തന്നെ കാട്ടൂർ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്രതികളെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന തെളിവെടുപ്പ് നടത്തി. റൂറൽ SP നവനീത് ശർമ്മയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, അന്തിക്കാട് SHO K അജിത്, SIമാരായ P ജയകൃഷ്ണൻ, M അരുൺകുമാർ, KJ ജോസി എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തി കിള്ളിമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് അപകടം. ഫോട്ടോഗ്രാഫർക്ക് ഗുരുതര പരിക്ക്. പൈങ്കുളത്ത് സ്റ്റുഡിയോ നടത്തിവരുന്ന 43 വയസ്സുള്ള ജോഷിയെയാണ് ഗുരുതര പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ മരക്കൊമ്പ് കാറിന് മുകളിലേക്ക് വീണ് വാഹനം ഭാഗികമായി തകർന്നു. ചേലക്കരയിൽ നിന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം പൈങ്കുളത്തുള്ള സ്റ്റുഡിയോയിലേക്ക് വരുമ്പോഴാണ് കിള്ളിമംഗലം ഇർഷാദ് സ്കൂളിന് സമീപത്ത് വെച്ച് അപകടം സംഭവിക്കുന്നത്. ഇടിയുടെ ആഘാതത്തിൽ മരം രണ്ടായി പിളർന്ന് കാറിൽ പതിക്കുകയായിരുന്നു. മുഖത്തും തലയ്ക്കും സാരമായി പരിക്കേറ്റ ജോഷിയെ നാട്ടുകാർ ആദ്യം ചേലക്കര സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്കുകൾ ഗുരുതരമായതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ മുരിങ്ങൂർ ഡിവൈൻ നഗർ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ ട്രാക്ക് മുറിച്ചു കിടക്കുന്നതിനിടയിൽ ട്രെയിൻ തട്ടിയ 2 സ്ത്രീകളിൽ ഒരു സ്ത്രീ മരിച്ചു. മറ്റൊരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിനെത്തിയ കാസർഗോഡ് സ്വദേശി റോസമ്മയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടം. എറണാകുളം ഭാഗത്തു നിന്ന് വന്ന ട്രെയിനാണ് ഇരുവരെയും ഇടിച്ചത്. മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനത്തിനെത്തിയ കാസർഗോഡ് സ്വദേശി റോസമ്മയാണ് അപകടത്തിൽ മരിച്ചത്. വടക്കൻ പറവൂർ സ്വദേശി ഉഷയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടം നടന്ന് അരമണിക്കൂറോളം റെയിൽവേ ട്രാക്കിൽ പരിക്കേറ്റ് കിടന്നതിന് ശേഷം പോലീസ് എത്തിയാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. 3 പേരാണ് ഒരേ സമയം റെയിൽവേ ട്രാക്ക് മുറിച്ചു കിടന്നിരുന്നത്. ഒരാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ കോർപ്പറേഷനിൽ വാർഡ് വിഭജനത്തെ ചൊല്ലി LDFൽ പൊട്ടിത്തെറി. CPIയുടെ സിറ്റിംഗ് ഡിവിഷനായ കൃഷ്ണപുരം വിഭജനത്തോടെ ഇല്ലാതായതാണ് പ്രതിഷേധത്തിന് കാരണമായത്. അതിർത്തി പരസ്യമാക്കി CPI കൗൺസിലർ ബീന മുരളി രംഗത്തെത്തി. വാർഡ് വിഭജനത്തെ ചൊല്ലി തൃശൂർ കോർപ്പറേഷനിൽ ഇടതുമുന്നണിയിൽ ശക്തമായ ഭിന്നത രൂപപ്പെട്ടിരിക്കുകയാണ്. അതൃപ്തി പരസ്യമാക്കി CPI കൗൺസിലർ ബീന മുരളി രംഗത്തെത്തി. ഡിവിഷൻ ഇല്ലാതാക്കിയതിനെതിരെ പ്രതിഷേധവുമായാണ് ബീന മുരളി രംഗത്തു വന്നത്. ഡിവിഷൻ വെട്ടിമാറ്റിയതിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് ബീന മുരളി പറഞ്ഞു. ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ കോർപ്പറേഷൻ LDF ഭരിക്കുമ്പോൾ തന്റെ സീറ്റ് വെട്ടിയതിന് പിന്നിൽ സ്ഥാപിത താൽപര്യമാണെന്നും ബീന മുരളി ആരോപിച്ചു. ഉറച്ചൊരു ഡിവിഷൻ, നമുക്ക് ആ ഉറച്ചൊരു ഡിവിഷനാണ്. എന്താ വെച്ചാൽ ആ കൃഷ്ണാപുരം ഡിവിഷനിൽ CPIയുടെ ഏതൊരു സ്ഥാനാർത്ഥിക്ക് നാളെ വന്ന് നിന്നാലും ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ് ഇങ്ങനെ വെട്ടി നശിപ്പിച്ചത്. അതിലാണ് നമുക്ക് ഏറ്റവും വലിയ ദുഃഖമുള്ളത്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് അതും തോന്നി തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഭരണപക്ഷത്തുള്ള ഒരു കൗൺസിലർക്ക് ആ കൗൺസിലറോട് ഒരു അഭിപ്രായം പോലും ചോദിക്കാതെ ആ ഡിവിഷനെ നേർപകുതി വെട്ടി മറ്റ് 2 ഡിവിഷനിലേക്ക് ഇട്ട് കൊടുക്കലും ആ ഡിവിഷൻ്റെ പേര് തന്നെ ഇല്ലാതാക്കി. അപ്പോൾ അത് കൃഷ്ണാപുരം എന്നുള്ള ഒരു പേര് ഇല്ലാതാക്കുന്ന മുന്നേ അവിടെ ഒരു പറച്ചിൽ ഞാൻ കേട്ടിരുന്നു. പക്ഷെ അപ്പോൾ അത് അത്ര വലിയ കാര്യമാക്കിയില്ല. പക്ഷേ ആ കൃഷ്ണാപുരം എന്നുള്ള പേര് ആ ഡിവിഷൻ ഉണ്ടെങ്കിലും ആ ഡിവിഷൻ്റെ പാറ്റേൺ എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ. അവർ പോലും എന്നോട് പറഞ്ഞത്, ബീനേച്ചി ഞങ്ങൾക്ക് പോലും ഇഷ്ടമുള്ള ഒരു പേരാണ്, എന്തിനാ അത് വെട്ടിക്കളയാൻ കൂട്ടു നിൽക്കരുത് എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾ പോലും പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 18ാമത് പ്രഭാതം ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവത്തിന് നാളെ തിരിതെളിയും. ഷൊർണൂർ KVR ഹൈസ്കൂളിൽ സജ്ജീകരിച്ച വേദിയിൽ 10ഓളം പ്രൊഫഷണൽ നാടകങ്ങളാണ് അരങ്ങിലെത്തുക. ഉദ്ഘാടന ചടങ്ങിൽ പ്രഥമ ബാൽസൻ ഷൊർണൂർ പുരസ്കാരം അഭിനേത്രി കുളപ്പുള്ളി ലീലയ്ക്ക് സമർപ്പിക്കും. നാടകോത്സവം ഡിസംബർ 2-ന് സമാപിക്കും. 18ാം വാർഷികത്തിന്റെ നിറവിലാണ് ഷൊർണൂരിന്റെ മണ്ണിൽ ഇത്തവണ ഭരത് ബാലൻ കെ നായർ നാടകോത്സവത്തിന് തിരിതെളിയുന്നത്. നവംബർ 23 മുതൽ ഡിസംബർ 2 വരെ നടക്കുന്ന നാടകോത്സവത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച നാടകവേദികളുടെ 10ഓളം പ്രൊഫഷണൽ നാടകങ്ങൾ അരങ്ങിലെത്തും. സുരേഷ് ദിവാകരൻ സംവിധാനം ചെയ്ത SS നടന സഭയുടെ റിപ്പോർട്ടർ നമ്പർ 79 ഉദ്ഘാടന നാടകം. പകിട 12, വെളിച്ചം, ഉത്തമന്റെ സങ്കീർത്തനം, കല്യാണം, സൈക്കിൾ, യാനം, സത്യമംഗലം ജംഗ്ഷൻ, അനന്തരം, മിഠായി തെരുവ് തുടങ്ങിയ നാടകങ്ങൾ വരും ദിവസങ്ങളിൽ അരങ്ങിലെത്തും. ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് ഷൊർണൂർ KVR ഹൈസ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ നാടകോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബീന ആർ ചന്ദ്രൻ നിർവഹിക്കും. ഇത്തവണ തിരഞ്ഞെടുത്ത നാടകങ്ങൾക്ക് പുറമെ അനുബന്ധ പരിപാടികളും നാടകോത്സവ വേദിയിൽ അരങ്ങേറുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. പാർലി ഉപജില്ലാ കലോത്സവത്തിന് സമാപനം. പാർലി ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാർ.
സമാപന സമ്മേളനം പറളി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PR ബിന്ദു ഉദ്ഘാടനം ചെയ്തു. 532 പോയിന്റുകളോടുകൂടിയാണ് പറളി ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ കിരീടം നേടിയത്. 438 പോയിന്റുമായി മുണ്ടൂർ HSS 2ാം സ്ഥാനവും 393 പോയിന്റുമായി GHSS മങ്കര 3ാം സ്ഥാനവും നേടി. LP വിഭാഗത്തിൽ GLPS മുണ്ടൂർ 1ാം സ്ഥാനവും UP വിഭാഗത്തിൽ AUPS വേലിക്കാട് 1ാം സ്ഥാനവും ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും HSS പറളി 1ാമതുമെത്തി. സമാപന സമ്മേളനത്തിൽ സ്കൂൾ PTA പ്രസിഡന്റ് KC കിഷോർ കുമാർ അധ്യക്ഷനായി. പറളി BPC AM അജിത്, പറളി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ P രേണുക, KP കൃഷ്ണനുണ്ണി, അബ്ദുറബ്, PP റിയാസ് എന്നിവർ സംസാരിച്ചു. പറളി ഹൈസ്കൂൾ പ്രധാനാധ്യാപിക TV ജ്യോതി സ്വാഗതവും S ഐശ്വര്യ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കോട്ടായി പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും കഞ്ചിക്കോട് ക്യാൻസർ നിർണയ കേന്ദ്രവും സംയുക്തമായി സൗജന്യ അർബുദരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോട്ടായി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V വിനീത, പഞ്ചായത്ത് അംഗങ്ങളായ K മിനിമോൾ, MR രജിത, ലക്ഷ്മിക്കുട്ടി എന്നിവർ സംസാരിച്ചു. കോട്ടായി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അതിഥി സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ സജു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രീയ കേരളത്തിനത് ആകാംക്ഷയുടെ മണിക്കൂറുകൾ. ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ അറിയാം. പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ രാവിലെ 8-ന് തുടങ്ങും. ആദ്യ ഫലസൂചനകൾ 9 മണിയോടെ. പോളിംഗ് ശതമാനത്തിൽ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച കേസിൽ 4 പേർ പിടിയിൽ. തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത് കണ്ണൂർ തൃശൂർ സ്വദേശികൾ. സംഘത്തിലെ മറ്റ് 5 പേർക്കായി അന്വേഷണം ഊർജിതം. സ്വർണം കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. തൃശൂർ കുറുമ്പിലാവ് CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ 11-അംഗ ഗുണ്ടാ സംഘം അറസ്റ്റിൽ. മുരിങ്ങൂർ ഡിവൈൻ നഗർ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പാളം മുറിച്ചു കിടക്കുന്നതിനിടെ ട്രെയിനിടിച്ച് കാസർഗോഡ് സ്വദേശിനി മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു സ്ത്രീക്ക് ഗുരുതര പരിക്ക്. ഇരുവരും മുരിങ്ങൂരിൽ ധ്യാനത്തിനെത്തിയവർ. ചെറുതുരുത്തി കിള്ളിമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ ഫോട്ടോഗ്രാഫർക്ക് ഗുരുതര പരിക്ക്. 18ാമത് പ്രഭാതം ഭരത് ബാലൻ K നായർ സ്മാരക നാടകോത്സവത്തിന് നാളെ തിരിതെളിയും. നാടകോത്സവം ഷൊർണൂർ KVR സ്കൂളിലെ ബാൽസൻ നഗറിൽ. നാടകോത്സവം ഡിസംബർ 2 വരെ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.